വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു യാത്ര പോകുകയാണ്. ഒരുപാട് നാളായി എവിടെയെങ്കിലുമൊക്കെ ഒരു ദൂരയാത്ര പോയിട്ട്. ലാസ്റ്റായിട്ട് പോയത് 2024 മാർച്ചിൽ ദുബായിലേക്കാണ്. അതിനുശേഷം ഞാൻ ദൂരയാത്രയായിട്ട് ഒരിടത്തും പോയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് ഒരു ഷിപ്പ് പോകുന്നുണ്ട്, വരുന്നുണ്ടോയെന്ന്. ഞാൻ വേറെ ഒന്നും നോക്കിയിട്ടില്ല. ഒരുപാട് ദിവസമായില്ലേ, അങ്ങോട്ടൊന്ന് ഗ്ലാമറായി പോവാമല്ലോ എന്നൊക്കെ കരുതി അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര എങ്ങനെയാണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ കണ്ട ട്രെയിനിലല്ല ഞാൻ പോകുന്നത്. ട്രെയിനിലേക്ക് നേരെ ആദ്യം കൊച്ചിയിലേക്കാണ് വന്നിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നാണ് നമ്മൾ യാത്ര പോകുന്നത്. ഞങ്ങൾ 3 പേരാണ് കേട്ടോ മൊത്തം വന്നിരിക്കുന്നത്. അവർക്ക് വീഡിയോയിലേക്ക് വരാൻ കുറച്ച് നാണക്കേടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവരെ ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പോൾ എന്തായാലും നമ്മൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ക്രൂയിസ് സ്പോട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഫീലൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു എയർപോർട്ടിൻ്റെ ഫീലാട്ടോ തോന്നിയത്. കാരണം നമ്മൾ എയർപോർട്ടിൽ ചെക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മൾ കരുതും ഷിപ്പിലല്ലേ പോകുന്നത്, ടിക്കറ്റ് എടുത്താൽ മാത്രം മതി, അവിടെ ടിക്കറ്റ് കാണിച്ച് അകത്ത് കയറിയിട്ട് നേരെ കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് 2 ദിവസം കഴിയുമ്പോൾ പോയി ഇറങ്ങിയാൽ മതി എന്ന് കരുതും. പക്ഷെ ഒരിക്കലും അതല്ല. അപ്പോൾ ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ഷിപ്പ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എക്സ്പെൻസീവ് ആൻഡ് ലക്ഷറി ആയിട്ടുള്ള കൊർദേലിയ ഷിപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിൽ തന്നെ ഒരു ഷിപ്പ് മാത്രമാണ് ഉള്ളത്. ഇതിൽ നമ്മൾ എൻട്രി ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ആദ്യമേ തന്നെ ഓൺലൈനിലാണ് ഇതൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഒരാൾക്ക് 30,000 രൂപ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ 5 നേരം ഫുഡുണ്ട്. 2 ഡേയ്സ് ആൻഡ് 2 നൈറ്റ്സ് ആണ് നമ്മൾ ഷിപ്പിൽ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ 3 പേരായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ചാണ് റൂമും കാര്യങ്ങളും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എൻട്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം നമ്പർ 4602. അപ്പോൾ 4 പേരുടെ ബെഡ് ആക്സസ് ആണ്. അങ്ങനെയുള്ള ഒരു റൂമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പോഴത്തേക്ക് 2 ബെഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മൾ കിടക്കാൻ സമയമാകുമ്പോൾ അവർ വന്നിട്ട് ഒരു ബെഡും കൂടി നമുക്ക് ഓപ്പൺ ചെയ്ത് തരുന്നതായിരിക്കും. ഇതാണ് നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു. ഒരു കപ്പലിൻ്റെ അകത്തുള്ള റൂമാണ്, അങ്ങനത്തെ ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. നോർമലി നമ്മളൊരു ഹോട്ടലിലൊക്കെ പോയിട്ട് റൂം എടുത്ത് താമസിക്കുമ്പോൾ ഉള്ള ഫീലാണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഓഷ്യൻ വ്യൂവിലാണ് റൂം എടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് ആ വ്യൂ കാണാൻ പറ്റില്ല, കാരണം ഇപ്പോൾ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വ്യൂ ആണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. രാവിലെ 11 മണിക്കാണ് നമ്മൾ ചെക്കിങ് ചെയ്തിരിക്കുന്നത്. അപ്പം 28, 29, 30 നമ്മൾ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. അതായത് ഓഗസ്റ്റ് 28, 29, 30. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അടുത്തടുത്താട്ടോ, എല്ലാ റൂമുകളും അടുത്തടുത്താണ്. എനിക്ക് തോന്നുന്നു 10,000 റൂമുകളോളം ഇവിടെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. നമുക്ക് ആവശ്യമുള്ള എല്ലാ ചൈനീസ് ആയാലും ഇന്ത്യൻസ് ആയാലും എല്ലാ ഫുഡ് ഐറ്റംസ്, ചിക്കൻ, മീൻ, അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊരു ബുഫേ ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോലെ നമുക്ക് അത്യാവശ്യത്തിന് നമ്മുടെ വയറ് നിറയെ നമുക്ക് കഴിക്കാം. ഇവിടെ ഒരു റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വന്ന അന്ന് തന്നെ ഞങ്ങൾക്ക് ലഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിക്കാൻ വന്നപ്പോൾ എടുത്തൊരു വ്യൂ ആണ്. അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന ടേബിളിൽ കഴിക്കാനിരിക്കുമ്പോഴുള്ള വ്യൂ ഉണ്ട്. പക്ഷേ സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് കാണാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അത്യാവശ്യം എന്താണെന്ന് അറിയാമല്ലോ, കുറച്ച് റൈസ് എന്തായാലും വേണം. ദിവസം ഒരു നേരമെങ്കിലും റൈസ് വേണം എനിക്ക്. അപ്പോൾ ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ കഴിക്കാനൊക്കെ ഇരുന്നു. അപ്പോൾ ഫുഡൊക്കെ പറയാൻ പറ്റില്ല, അത്രയും നല്ല ഫുഡായിരുന്നു. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. എല്ലാം ട്രൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ എന്തായാലും എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത്. നമ്മൾ വൈകുന്നേരം 4 മണിക്കാണ് ഇവിടുന്ന് പുറപ്പെടുന്നത്. അതുവരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയി കാണുകയും പിടിക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ പേയ്മെൻറ്റ് കെട്ടിപ്പോകുന്ന ബാറുകളാണ്. ഇവിടെ ഫ്രീ ആയിട്ടും ഉണ്ട്, പിന്നെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് പോകുന്ന പേഴ്സണലായിട്ട് ഇരിക്കാൻ പറ്റിയ ബാറുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര തുടങ്ങി. ഷിപ്പ് ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ വ്യൂ ആണ് കേട്ടോ ഇത്. റൂമിലുള്ള വ്യൂ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഓഷ്യൻ വ്യൂവിലാണ് റൂം എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ കിട്ടില്ല കേട്ടോ. ഇത് സ്പെഷ്യലായിട്ട് ബുക്ക് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. നല്ല ടയേർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ പോകണമെന്നുണ്ട്. കിടക്കുന്ന കിടപ്പ് കണ്ടോ, 2 പേരെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കണ്ണാടിയിൽ. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ മാർഗ്യൂ തിയേറ്റർ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട്. അവിടെയാണ് ഈ പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ആ പ്രോഗ്രാമും കാര്യങ്ങളും ഞങ്ങൾ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ആളുകളും അത്യാവശ്യം വന്നിട്ടുണ്ട്. കാരണം ഇതൊന്നും മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. 30,000 രൂപ കൊടുത്ത് വന്നിരിക്കുകയല്ലേ. 2 ദിവസം അതിനുള്ളതൊക്കെ ഇതിനകത്ത് ഉണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പോൾ എന്തായാലും നല്ല ഡാൻസും നാടകങ്ങളും
ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം വന്നിരുന്ന് കണ്ടു. ബോറൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരുപാട് നേരം ഡാൻസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഹാഫ് ആൻ അവറാണ് ഇന്നത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഈ 28-ാം തീയതി നൈറ്റ് ഹാഫ് ആൻ അവർ മാത്രമാണ് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കണ്ടു കഴിഞ്ഞു. പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി കറങ്ങി കാണാമല്ലോ, എന്താണ് അവസ്ഥയെന്നൊക്കെ നോക്കാമല്ലോ എന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. അപ്പം അങ്ങനെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവർ സെയിലിന് വെച്ചിട്ടുണ്ട്. ഇത് പുതിയതായിട്ട് വെച്ചിരിക്കുന്നതാണോ ഇല്ല പുറത്ത് എവിടെയെങ്കിലും ആരെങ്കിലും യൂസ് ചെയ്തതിൻ്റെത് ഇവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നതാണോ എന്നല്ല. കാരണം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ കളക്ഷൻസ് പഴയ കളക്ഷൻസാണ്. പിന്നെ ഇതൊന്നും INR-ലല്ല, എല്ലാം വന്നിട്ട് ഡോളർ റേറ്റാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഈ റേറ്റൊക്കെ കണ്ട് തലയൊക്കെ ചുറ്റിപ്പോയി കേട്ടോ. കാരണം എന്താ പറയുക, നമ്മുടെ നാട്ടിൽ 500 രൂപയ്ക്ക് കിട്ടുന്ന സാധനമൊക്കെ ഇവിടെ 5000 രൂപയാണ് റേറ്റ് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഒന്നും വാങ്ങില്ല എന്ന് ഉറപ്പിച്ചു. പിന്നെ ഫാൻസി ഐറ്റംസൊക്കെ കണ്ടാൽ ജസ്റ്റൊക്കെ ഒന്ന് കയറി നോക്കണമല്ലോ. എനിക്ക് ആ ഒരു ശീലമുണ്ട്. കാരണം ഞാൻ ഫാൻസി ഐറ്റംസ് കണ്ടാൽ വാങ്ങിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് പോകും. ഒരു ബൊമ്മയൊക്കെ ഞാനൊന്ന് ജസ്റ്റ് എടുത്ത് നോക്കിയിട്ട് എടുത്ത് നോക്കി അത് 6000 രൂപയാണ് അതിൻ്റെ വില. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, നേരെ റൂമിലേക്ക് വിട്ടു. കുറച്ച് തണുപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് കരുതി ഞാനൊന്ന് കിടക്കാമല്ലോ എന്നൊക്കെ കരുതിയിരിക്കുകയാണ്. അതൊക്കെ കഴിയുമ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഫുഡും കാര്യങ്ങളും കഴിക്കണം. അങ്ങനെ കരുതി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിരിക്കുന്ന ഇരിപ്പാട്ടോ ഇത്. പിന്നെ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ എനിക്ക് കുറച്ച് തലയൊക്കെ ഒന്ന് കറങ്ങാൻ തുടങ്ങി. കാരണം ഫസ്റ്റ് ഡേയിൽ ഒന്നും അറിഞ്ഞില്ല. സെക്കൻഡ് ഡേ വന്നിട്ട് അതായത് 29ന് നേരെ വെളുത്തപ്പോൾ എന്താ പറയുക, കുറച്ച് കുലുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഷിപ്പിൽ. നമുക്ക് മാത്രമല്ല, ഒരുപാട് പേരെ ഞാൻ അങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഓടി ഓടി വീഴുന്ന പോലെ. അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഈ റെഡി ആയിരിക്കുന്നത്. കാരണം ഒരുപാട് നേരം കിടന്ന് കഴിയുമ്പോൾ ശരിയാവില്ല, ഇവിടുത്തെ പ്രോഗ്രാമൊക്കെ കാണണ്ടേ എന്നൊക്കെ കരുതി റെഡി ആയതാണ്. ഒരുപാട് നേരം ഞാൻ നല്ലപോലെ കിടന്നുറങ്ങി റെസ്റ്റ് എടുത്തിട്ടാണ് ഈ നാടകം കാണാൻ വന്നത്. ഇവിടെ വീഡിയോ അലൗഡ് അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ആ 2 സെക്കൻഡ്സ് മാത്രമേ ഉണ്ടായിരുന്നത്. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവർ ലൈറ്റ് അടിച്ചു. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ സ്റ്റോപ്പ് ചെയ്തു. ഇതാണ് നമുക്ക് ശരിക്കും ഇവിടെയുള്ള കാർഡ്. ഞാൻ തുടക്കത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാത്തിനും ഈ കാർഡാണ് അവർ ചോദിക്കുന്നത്. നമ്മുടെ പേരിൽ തന്നെയായിരിക്കും ഈ കാർഡ് നമുക്ക് അവർ തരുന്നത്. കാരണം ഇത് ഓൺലൈൻ ബുക്കിംഗ് ആയതുകൊണ്ട് ഇവിടെ കാർഡ് കാര്യങ്ങൾ കാണും. സെൽഫി വെരിഫിക്കേഷൻ കഴിയുമ്പോൾ നമുക്ക് ഈ കാർഡ് ഇവർ തരും. നമ്മുടെ റൂം ലോക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാൻ ഈ കാർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നേരെ എന്താ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇതാണ് ഡിന്നർ. അപ്പോൾ എന്തായാലും ഡിന്നർ എനിക്ക് വെറൈറ്റി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഉണ്ടായിരുന്ന ഫുഡുകൾ പോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് റൈസും ചിക്കനും ഒക്കെ മതിയല്ലോ. കുറച്ച് ഉപ്പേരിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഫ്രൂട്ട്സ്, സ്വീറ്റ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാം ഒന്ന് കഴിക്കാൻ തുടങ്ങി. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും അന്ന് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ശരിക്കും എനിക്ക് അറിയില്ല. കാരണം ഞാൻ പെട്ടെന്ന് കണ്ടത് കുറച്ചൊക്കെ എടുത്തു. പിന്നെ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊരു 11 മണിയൊക്കെ ആയപ്പോൾ കുറച്ച് ഗെയിംസിൻ്റെ സെക്ഷനിലേക്ക് പോകാമെന്ന് കരുതി. ഇതൊക്കെ കണ്ടോ, 100 രൂപ ഇട്ട് കളിക്കുന്ന ഒരു ഗെയിം മെഷീനാണ്. 100 രൂപ ഇട്ടിട്ട് അത് എന്തോ ആക്സസ് ചെയ്ത് എമൗണ്ട് എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ക്ലിയർ ആയിട്ട് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് അവിടെ നിന്ന് വിട്ടു. പിന്നെ നമ്മളിപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. 30-ാം തീയതി രാവിലെയായി. കോഫി കുടിക്കാമല്ലോ എന്ന് കരുതി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുംബൈയിലേക്ക് ഒരു 9-9:30ക്കൊക്കെ എത്തുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിന് മുൻപേ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ കൊർദേലിയ ക്രൂയിസിന് ഏറ്റവും ടോപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അന്ന് കുറച്ച് മഴയും കാര്യങ്ങളുണ്ട്. ആ മഴയത്താട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷേ എന്താ പറയുക, അന്ന് രാവിലെ ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. മഴയത്ത് വീഡിയോ എടുക്കുന്നു, ഫോണ് പോകും, അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് എൻജോയ് ചെയ്തു. കാരണം അതിൻ്റെ ഏറ്റവും ടോപ്പിൽ എനിക്ക് ആ ഒരു വ്യൂ ഒക്കെ ഉണ്ടല്ലോ, ദൂരെ നിന്നുള്ള ഷിപ്സും ബോട്ട്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ നേരെ ലാൻഡ് ആവുന്നത് മുംബൈ ഇൻ്റർനാഷണൽ ക്രൂയിസ് പോർട്ടിലേക്കാണ് ഇത് ലാൻഡ് ആവുന്നത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ പോയിക്കോണം, അത്രയും നമ്മളെ ഇവർ നോക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ വെക്കേഷന് 2 ഡേയ്സ് ഷിപ്പ് യാത്ര ഉള്ളവരാണെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഞാൻ ആരെയും നിങ്ങൾ ഉറപ്പായിട്ടും പോയി നോക്കണം എന്നൊന്നും പറഞ്ഞ് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം കുറച്ച് കുലുക്കങ്ങളും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല. അപ്പം നമുക്ക് തന്നെ ശരിക്കും ബോറടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഫുഡുകളാണ് ഒരുപാട് നന്നായിരുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും ഷിപ്പ്
ട്രിപ്പ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊർദയിലെ ക്രൂയിസ് ബെറ്റർ ഓപ്ഷനാണ്. ഒരു എക്സ്പീരിയൻസ് കൂടിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ റെഡിയായി പുറപ്പെട്ടിരിക്കുകയാണ്. ഇറങ്ങാൻ ടൈമായപ്പോൾ കുറച്ച് മിസ്സിംഗ് ഉണ്ട്. വാവ് 2 ഡേയ്സ് കൊള്ളായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറയാനുള്ളത്. കാരണം ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ക്രൂയിസാണ് ഇത്. പിന്നെ ഇന്ത്യയിലെ മോസ്റ്റ് ലക്ഷറി ആൻഡ് എന്താ പറയുക, ഇത് ഒരു ക്രൂയിസാണുള്ളത്. 6 മന്ത് ഇന്ത്യയിലും 6 മന്ത് ഇൻ്റർനാഷണൽ അങ്ങനെ എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതെനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ഓൺലൈനിൽ നിങ്ങൾ നോക്കി ബുക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻജോയ് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങാൻ പോകുമ്പം കുറച്ച് കാര്യങ്ങൾ വിഷമങ്ങളായിട്ടുണ്ട്. ഒരു ദിവസം കൂടി സ്റ്റേ ചെയ്താൽ മതിയോ എന്നൊക്കെ തോന്നി. അപ്പോൾ നമ്മൾ എന്തായാലും മുംബൈ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനലിലേക്ക് എത്തിയ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്, റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ സ്റ്റേ ചെയ്തിട്ട് നൈറ്റാണ് നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതുപോലത്തെ വീഡിയോസൊക്കെ വീണ്ടും ഇടുന്നതായിരിക്കും. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോടും കൂടി പറയുന്നു. താല്പര്യമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.